Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോ പുറത്തേക്ക് വന്ന ആ മാജിക് ബോം അതാണെങ്കിൽ ആദ്യം തന്നെ അവരുടെ ടീമിലുണ്ടായിരുന്ന ഡാബുറെ അവനെ തല്ലി കൊല്ലുകയാണ്. അതിനുശേഷം അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച തന്റെയും സുപ്രീം കായ്ക്ക് നേരെ അവൻ അങ്ങനെ പറന്നു പോകും. ബാബുടിയാണെങ്കിൽ നിർദ്ദേശം കൊടുത്തുകൊണ്ടേയിരിക്കും, നിന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് നന്നായിട്ട് അറിയാം, നിന്റെ മാസ്റ്ററാണ് ഞാനിപ്പോ, സോ ഞാൻ പറയുന്ന അനുസരിച്ച് അവരെ ഇല്ലാതാക്കണമെന്ന് പറയും. അതാണെങ്കിൽ ഞൊട്ടിയടയില് ഇപ്പോ ഗോഹാന്റെ തൊട്ട് മുൻപിൽ എത്തുകയാണ്. ഡാബ്രെ അടിച്ച് താഴിട്ടതിന് ശേഷം ഇപ്പൊ ഗോഹാനെയും അവൻ തല്ലി താഴെയിടുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് വെജീറ്റ ആണെങ്കിൽ ഗോകു പറഞ്ഞതനുസരിച്ച് ഇവിടെ ഇപ്പോഴത്തെ ഫൈറ്റ് അത് അവസാനിപ്പിച്ച് ഇപ്പോ ആ വില്ലനെ നേരിടാൻ പോകാമെന്ന് സമ്മതിക്കുകയാണ്. ഗോകുവിന്റെ കയ്യിൽ അവസാനിക്കുന്ന ആ ഒരു സെൻസുബീൻ അത് തരാനായിട്ട് ആവശ്യപ്പെടും. ഗോകു അത് എടുക്കാൻ ശ്രമിക്കുന്ന അതേ സമയം വെജീറ്റ ആണെങ്കിൽ പ്രതിപ്രയോഗത്തിലൂടെ അവനെ അടിച്ച് താഴെയിട്ട് ആ ഒരു സെൻസുബീൻ കഴിക്കുകയാണ്. ഞാൻ ആദ്യം ആ മാജിക് ബോയെ തകർത്തതിന് ശേഷം നിന്റെ അടുത്തേക്ക് വരാം, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ. അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സുപ്രീം കായാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു മാജിക് ബോനെ തടയാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം മാജിക് ബോ അവന്റെ മുഴുവൻ ശക്തി എടുത്ത് ഇപ്പൊ സുപ്രീം കായെ അടിച്ച് താഴെ ഇടുകയാണ്. ഗോഹാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബാബുടിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷം. കമോൺ അങ്ങനെ തന്നെ അവർ രണ്ടുപേരെയും കൊന്നുകളാം. ഗോഹാനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല, എങ്ങനെയെങ്കിലും എനിക്ക് സുപ്രീം കായെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവന്റെ ബോഡിയിൽ കിടക്കുന്ന ആ ഒരു വലിയ പാറകളെല്ലാം അങ്ങനെ തെറിപ്പിച്ച് കളഞ്ഞ് അത്തേക്ക് പതിയെ വരികയാണ്. എന്ത് വില കൊടുത്തും അദ്ദേഹത്തിന്റെ ലൈഫ് എനിക്ക് രക്ഷിക്കണമെന്ന് പറയും. ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഡാൻസ് കളിക്കും. സുപ്രീം കായ് ആണെങ്കിൽ കഷ്ടപ്പെട്ട് ആളുടെ ദേഹത്ത് വീണ കല്ലും മണ്ണും ഒക്കെ നീക്കി പുറത്തേക്ക് വരും. അടുത്ത നിമിഷം ആ ഒരു മാജിക് ബൂ അവൻ താഴേക്ക് വന്ന് വീണ്ടും ഡാൻസ് ചെയ്യും. മാജിക് ബൂ, നിനക്ക് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യല്ലേ വേണ്ടത്, നീ മുൻപോട്ടേക്ക് വന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് പറയും. അതാണെങ്കിൽ മുൻപോട്ടേക്ക് വരുന്ന കണ്ട സുപ്രീം കായ് ആണെങ്കിൽ വീണ്ടും ആളുടെ പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതാണെങ്കിൽ കുറച്ചു ദൂരം മാത്രം പറന്നുപോയി അവിടെ ലാൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ഓ നോ, ഇവന് ഭയങ്കര പവറാണ്, എന്റെ പവർ ഇവന്റെ മേലെ ഏൽക്കുന്നില്ല. മാജിക് ബൂം ആണെങ്കിൽ ഇപ്പൊ സുപ്രീം കായെ ആഞ്ഞടിക്കുകയാണ്. അവനങ്ങനെ ഫ്ലൈ ചെയ്ത് വന്ന് ബാബുടിയുടെ മുൻപിൽ അടിച്ചു വീഴും. ബാബുടി ആണെങ്കിൽ അവനെ ചവിട്ടി തെറിപ്പിക്കും. ഓ, നിനക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇവിടെ മാജിക് ബൂം അവനാണെങ്കിൽ നിർത്താതെ വീണ്ടും ചാടി വന്ന് ഇപ്പോ അവന്റെ ദേഹത്തേക്ക് വീഴുകയാണ്. വേദന കൊണ്ട് സുപ്രീം കായ് ആള് നിലവിളിക്കും. ബാബുടിയാണെങ്കിൽ നിർത്താതെ വീണ്ടും അവനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. എന്തുപറ്റി, നിനക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലേ? ഇന്നലെ ഇവിടെയാണോ കിടന്നുറങ്ങിയത്? ഇങ്ങനൊരു അവസ്ഥയിൽ ഇത്രയും വേഗം നിന്നെ കാണാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഒരു ചേഞ്ചിന് വേണ്ടി എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ നിന്നെ തല്ലിക്കൊന്നാലോ? എന്തു പറയുന്നു സുപ്രീം കായ്? ഇത്ര നിമിഷം ഗോഹാനാണെങ്കിൽ ചാടി വന്ന് മാജിക് ബൂയെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. അത് കണ്ട് ബാബുടിയും പേടിച്ചോടുകയാണ്. ഗോഹാനാണെങ്കിൽ ഇപ്പൊ സുപ്രീം കായെ വിളിക്കും. പക്ഷെ എന്താ സെക്കൻഡുകൾ കൊണ്ട് ഇപ്പോ ആ മാജിക് ബൂ ആണെങ്കിൽ ഗോഹാനെ വലിയൊരു പവർ ഉപയോഗിച്ച് തെറിപ്പിച്ച് കളയാണ്. ബാബുടി ആണെങ്കിൽ വലിയൊന്ന് റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ തുള്ളിച്ചാടും. അവനെ അടുത്ത ലോകത്തെത്തിച്ചു. ആണെങ്കിൽ ഷോക്കായി ഇപ്പൊ ഗോഹാനെ നോക്കും. ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഗോഹാനെ സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഗോഹാന് അവന്റെ ജീവനെങ്കിലും തിരികെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് അവനിപ്പോ ബോധം കെട്ട് താഴേക്ക് വീഴും. ബാബുടി ആണെങ്കിൽ സുപ്രീം കായോട് പറയും, സത്യത്തിൽ നീ എനിക്ക് ചെയ്തു തന്നത് നല്ല കാര്യം തന്നെയാണ്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വാരിയേഴ്സ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് തന്നെ എനിക്ക് മാജിക് ബൂമിനെ എളുപ്പത്തിൽ പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. എന്റെ അച്ഛനോട് ചെയ്തതിന് തീർച്ചയായിട്ടും ഞാൻ തന്നെ നിന്നോട് പകരം വീട്ടുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ സുപ്രീം കായെ കൊല്ലാനായിട്ട് ഒരുങ്ങും. ഇവിടെയാണെങ്കിൽ അവനെ കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ടത് കഴിയില്ല. ഉടനെ അവനാണെങ്കിൽ മാജിക് ബൂവോട് നീ തന്നെ ഇവനെ കൊല്ലാനായിട്ട് പറയും. അതിന് മാജിക് ബൂ ആണെങ്കിൽ അവനോട് പറയും, ഭയങ്കരമായിട്ട് വിശക്കുന്നു, ആദ്യം എനിക്ക് തിന്നാൻ എന്തെങ്കിലും എന്താ. ഉടനെ ബാബുടി ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്, ഇവനെ നീ അങ്ങ് തിന്നോ, ഒരു മുടി പോലും ഇവന്റെ ബാക്കി വെക്കരുത്. ആണെങ്കിൽ അതിനെ ഓക്കെ പറഞ്ഞ് ഇപ്പൊ സുപ്രീം കായെ നോക്കുന്ന അതേ സമയം വലിയൊരു കുന്തം അത് മാജിക് ബൂവിന്റെ ബോഡിയിലൂടെ കയറി ഇറങ്ങുകയാണ്. ബാബുടി ആണെങ്കിൽ അതുകൊണ്ട് ഞെട്ടും. ബാബുടി ആണെങ്കിൽ ദൂരത്തേക്ക് നോക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. എറിഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ ഡാബ്ര. അതിന് ബാബുടി പറയും, ഓ ഡാബ്ര, നീ ഇതുവരെ മരിച്ചില്ലേ? എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ നീ എന്തിനാ കുന്തം എടുത്ത് അവന്റെ ദേഹത്ത് എറിഞ്ഞത്? അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ട്രങ്ക്സും കോട്ടനും രണ്ടുപേരും നൈസായിട്ട് ഫ്ലൈ ചെയ്ത് അങ്ങനെ ആ പാറകളുടെ മുകളിലേക്ക് വരികയാണ്. ട്രങ്ക്സ് ആണെങ്കിൽ കോട്ടനോട് പറയും, ഇപ്പൊ നമുക്ക് സൂപ്പർ സയൻ മോഡിന്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്താൽ അവർ നമ്മുടെ പവർ മനസ്സിലാക്കും, നമുക്ക് നൈസായിട്ട് ഇവിടെ ഇരുന്ന് അവിടെ എന്താ നടക്കണേന്ന് നോക്കാന്ന് പറഞ്ഞ് അവരങ്ങനെ ശ്രദ്ധിക്കും. ഓ നോ, എനിക്കിത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് ട്രങ്ക്സ് കോട്ടനോട് പറയും. ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനോട് പറയും,
താഴെ വീണ് കിടക്കുന്ന അവനെ നമ്മൾ മത്സരം നടക്കുന്ന ആ ഗ്രൗണ്ടിൽ വെച്ച് കണ്ടതല്ലേ? ഇവിടെ ശരിക്കും എന്താ നടക്കണേ? ആ തടിയൻ അവനായിരിക്കോ മാജിക് ബോ? നമുക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അല്പം കൂടെ അടുത്തേക്ക് വന്ന് ഒളിഞ്ഞു നോക്കും. ശരിക്കും ഇവിടെ എന്താ നടക്കണേ? അച്ഛനും കൊഹാനും അവരൊക്കെ എവിടെയെന്ന് പറഞ്ഞ് ട്രങ്ക്സ് ആണെങ്കിൽ ചുറ്റും നോക്കും. ഉടനെ ഗോട്ടൻ ആണെങ്കിൽ ദൂരത്തായിട്ട് പിക്കലോട സ്റ്റാച്യു കാണിച്ചു കൊടുക്കുകയാണ്. അവര് സ്റ്റാച്യുവിന്റെ അടുത്തേക്ക് വന്ന് അത് പിക്കലോട സ്റ്റാച്യു ആണെന്ന് തിരിച്ചറിയും. രണ്ടുപേരും ആ തട്ടി നോക്കും. ഓ, ഇത് പിക്കലോട പ്രതിമ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. എങ്കിലും എന്തുകൊണ്ടായിരിക്കും പിക്കലോട പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചത്? ഇതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് താഴേക്ക് നോക്കുമ്പോഴായിരിക്കും മൊട്ടപ്പന്റെ പ്രതിമ അത് ഗോട്ടൻ കാണുക. ഗോട്ടൻ ആണെങ്കിൽ അത് ഇപ്പോ ട്രങ്ക്സിന് കാണിച്ചു കൊടുക്കും. ട്രങ്ക്സിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. എന്തിനായിരിക്കും ഇവരുടെ പ്രതിമ അതിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ട്രങ്ക്സ് ആണെങ്കിൽ ഇപ്പൊ പിക്കലോടെ പ്രതിമയിൽ പതിയും തട്ടും. അതങ്ങനെ അടിച്ചു വീണ് തകർന്ന് തരിപ്പണാവുകയാണ്. അത് കണ്ട് ഇപ്പോ ട്രങ്ക്സും അതുപോലെ തന്നെ ഗോട്ടനും ഷോക്കാവും. ഓ നോ, ഇത് പൊട്ടിപ്പോയി, കുഴപ്പമുണ്ടാവോ? ഈ ശബ്ദം അവർ കേട്ടിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിച്ച് അവർ താഴേക്ക് നോക്കും. അവിടെയാണെങ്കിൽ അവരെല്ലാവരും കുറെ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ച് തർക്കിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഡാബ്രയാണെങ്കിൽ ഇപ്പൊ ബാബുഡിയോട് പറയും, ബാബുഡി ഞാൻ പറയുന്നത് കേൾക്ക്, ഇവൻ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇവൻ നിന്റെ അടിമയല്ല, മറിച്ച് അവൻ നിന്നെ അടിമയാക്കി മാറ്റും. അവന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും എന്തൊക്കെയോ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ ദയവ് ചെയ്ത് നീ ഇതിനെ വിശ്വസിക്കാൻ പാടില്ല. അതിന് ബാബുടി പറയും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അതിനോട് ഇപ്രകാരം ചെയ്യും? ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങളോളം ആ ബോളിലിരുന്ന് ഇവനെ ഞാൻ തന്ത്രം പ്രയോഗിച്ചാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ ഇവനെയാണ് ഒറ്റയടിക്ക് നീ ഇപ്പോ ഇപ്രകാരം ചെയ്തത്. ഇങ്ങനെ ചെയ്യാൻ നീ പാടില്ലായിരുന്നു. അവരാണെങ്കിലും അപ്പോഴും അടിച്ചു പറയും, ഒരു കാരണവശാലും നിങ്ങൾ ഇവനെ വിശ്വസിക്കാൻ പാടില്ല. ഇവൻ നിങ്ങൾക്ക് തന്നെ വലിയൊരു വെല്ലുവിളിയായി മാറും. അത് കേട്ട് ഡാബറയ്ക്ക് ഒരുപാട് ദേഷ്യം തോന്നും. ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ അവന്റെ ദേഹത്ത് കുത്തിക്കയറിയ ആ വലിയ കുന്തം അതങ്ങനെ വലിച്ചൂരി എടുക്കുകയാണ്. ബാബുടി ആണെങ്കിൽ അവനോട് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അവനാണെങ്കിൽ ക്യാഷ്ലായിട്ട് നിന്ന് അവന്റെ വയറ്റിൽ ക്രിയേറ്റ് ആയ ദ്വാരം അതങ്ങനെ ഹീൽ ചെയ്യാണ്. അത് കാണുമ്പോൾ ബാബുടിക്ക് 10 മടങ്ങ് സന്തോഷം. അച്ഛന്റെ കണ്ടുപിടുത്തത്തിന്റെ യഥാർത്ഥ പവർ അതൊന്നൊന്നായിട്ട് പുറത്തു വരികയാണെന്ന് പറഞ്ഞ് ബാബുടി ആണെങ്കിൽ പുളകം കൊള്ളും. ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ ഇപ്പൊ ഡാബ്രയെ നോക്കി പറയും, നീ എന്നെ വേദനിപ്പിച്ചു, അതുകൊണ്ട് നിന്നെ ഞാൻ തിന്നാൻ പോവാണ്. ഇവരാണെങ്കിൽ അടിച്ചു പറയും, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കട്ട് ചെയ്ത ഇവിടെ വെജീറ്റി ആണെങ്കിൽ ആ ഒരു വലിയ ഇടകത്തിനുള്ളിലേക്ക് പോകാനുള്ള ആ എൻട്രൻസ് കാണും. ഇത് തകർക്കുകയാണെങ്കിൽ എനിക്ക് അകത്തേക്ക് പോകാൻ കഴിയും. ഗോഹാന്റെ പവർ അതെനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ അവൻ മരിച്ചിട്ടുണ്ടാവും. കാക്കറോട്ട്, ഞാനിപ്പോൾ അവരോട് പോരാടാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവൻ റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ ഡാബ്രയോട് പറയും, ഉറപ്പായിട്ടും ഞാൻ തിന്നെ തിന്നും. അത് കേട്ട് ഡാബ്രയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് കാണാമെന്ന് പറയും. ഇവിടെ മാജിക് ബൂ അവൻ കാവടി തുള്ളി ഡാൻസ് കളിച്ച് അങ്ങനെ ഡാബ്രയുടെ അടുത്തേക്ക് വരികയാണ്. മാജിക് ബൂവിനെ കിട്ടിയതുകൊണ്ട് തന്നെ എനിക്കിനി ഡാബ്രയെ ആവശ്യമില്ല എന്ന് ബാബുടി പറയും. അടുത്ത നിമിഷം ഡാബ്രയാണെങ്കിൽ ഇപ്പൊ മാജിക് ബൂവിനെ അറഞ്ചം പുറഞ്ചം അട്ടിച്ച് തെറിപ്പിക്കും. ബാബുടി ആണെങ്കിൽ കാണുമ്പോൾ അല്പം ഒന്ന് ഷോക്കാവും. ഡാബ്രയാണെങ്കിൽ ബാബുഡിയോട് ചോദിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ പവർ എന്താണെന്ന് മനസ്സിലായില്ലേ? പക്ഷേ മാജിക് ബൂവിനാണെങ്കിൽ ഒരു പോറൽ പോലും പറ്റാതെ തിരിച്ചു വരും. ഞാൻ നിന്നെ തിന്നാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീണ്ടും ഡാൻസ് ചെയ്യും. അതുകൊണ്ട് ഡാബ്രയ്ക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം തോന്നി. അവനാണെങ്കിൽ പവർ റിലീസ് ചെയ്ത് മുകളിലേക്ക് പോവാണ്. ഇവിടെ ട്രങ്ക്സും കോട്ടനും അവർ രണ്ടുപേരും ആ കാഴ്ച കണ്ട് ഷോക്കാവും. അവരാണെങ്കിൽ മുകളിലേക്ക് ഉയർന്നു വന്ന് അവന്റെ പവർ അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോ മാജിക് ബൂവിന്റെ ദേഹത്ത് ഉപയോഗിക്കുകയാണ്. അതിനുശേഷം അവൻ താഴേക്ക് വരും. ഇനി മാജിക് ബൂവിന് രക്ഷപ്പെടാൻ കഴിയില്ല. ബാബുടിക്കാണെങ്കിൽ ഇതുകൊണ്ട് ഒരുപാട് ദേഷ്യം വിഷമമൊക്കെ തോന്നും. ഡാബ്ര, നീ എന്തായി ചെയ്തത്? എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഞാൻ അവനെ പുറത്തേക്ക് കൊണ്ടുവന്നത്? നീ അവനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയല്ലേ? അങ്ങനെ ബാബുടി വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ആ ഒരു മാജിക് ബൂ ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ പുറത്തേക്ക് വരിക. ബാബുടിക്കാണെങ്കിൽ വീണ്ടും വലിയ സന്തോഷം. പക്ഷെ ഡാബ്രയ്ക്ക് അതൊട്ടും ഇഷ്ടാവില്ല. അവനാണെങ്കിൽ ഇപ്പൊ പാഞ്ഞു വന്ന് അവന്റെ ദേഹത്ത് ആഞ്ഞു തുപ്പി കല്ലാക്കാൻ ശ്രമിക്കും. പക്ഷെ മാജിക് ബൂ ആണെങ്കിൽ നൈസായിട്ട് ഡൈവേർട്ടായി ഇപ്പോ അവനെ അവന്റെ പവർ ഉപയോഗിച്ച് ഒരു ബിസ്ക്കറ്റ് ആക്കി മാറ്റും. ബിസ്ക്കറ്റായി മാറിയ ഡാബ്രയെ മാജിക് ബൂ വിഴുങ്ങുകയാണ്. ഇവിടെ ട്രങ്ക്സും കോട്ടനും അതുകൊണ്ട് ഞെട്ടും. ബാബുടിയാണെങ്കിൽ ഹാപ്പി ആയിട്ട് കാവടി തുള്ളി അവന്റെ അടുത്തേക്ക് വരും. ഗോട്ടനാണെങ്കിൽ ഷോക്കായിട്ട് ട്രങ്ക്സിനോട് പറയും, നീ അത് കണ്ടോ? ആ ഒരു ഉണ്ട സാധനം ഓപ്പോസിറ്റ് ഉള്ളവനെ ബിസ്ക്കറ്റാക്കി തിന്നു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കല്ലാക്കി മാറ്റിയ ആ പല്ലിയും അതുപോലെ തന്നെ മൊട്ടപ്പനും നോർമൽ ആവുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ചുറ്റും നോക്കും, ഞാനിത് എവിടെയാ? അവന്റെ ശബ്ദം കേട്ട് നമ്മുടെ ചെക്കന്മാര് താഴേക്ക് വരികയാണ്. ഉടനെ മൊട്ടപ്പൻ അവൻ നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. ആ ഡാബ്രയാണ് എന്നെയും പിക്കലോയും കല്ലാക്കി മാറ്റിയത്. ഉടനെ ഷോക്കായ ട്രങ്ക്സ് ആണെങ്കിൽ മുകളിലേക്ക് പോയി നോക്കും. അവൻ ആ ഒരു വലിയ ശില തകർത്തതുകൊണ്ട് തന്നെ ഇപ്പൊ പിക്കലോ തകർന്ന് പീസായിട്ട് കിടക്കുകയാണ്. ഇന്ന് പോയ ട്രങ്ക്സ് ആണെങ്കിൽ ഇപ്പൊ ഗോട്ടനോട് പറയും, നിങ്ങൾ മുകളിലേക്ക് പോയി നോക്കണ്ട. ചെയ്ത മിസ്റ്റേക്ക് കാരണം കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്.
ഒരു കാരണവശാലും അച്ഛനോടത് പറയാൻ പാടില്ല എന്ന് ട്രങ്ക്സ് പറയും. അടുത്ത നിമിഷം പിക്കലോ ആണെങ്കിൽ നോർമലായി അവരെ വിളിക്കും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര അത്ഭുതം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പിക്കലോ പറയും. ആ ഒരു വലിയ പവർ സെൻസ് ചെയ്ത് പിക്കലോ ആണെങ്കിൽ അവരോട് പറയും അത് മാജിക് ബൂ തന്നെയാണ്. അവൻ എങ്ങനെയോ പുറത്തേക്ക് വന്നു. ഇവിടെ ബാബുഡി ആണെങ്കിൽ സുപ്രീം കായെ ചൂണ്ടിക്കാണിച്ച് അവനോട് കഴിക്കാനായിട്ട് ആവശ്യപ്പെടും. പിക്കലോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണമെന്ന് പിക്കലോയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇവിടെ ആ മാജിക് ബൂ ആണെങ്കിൽ ഇപ്പൊ സുപ്രീം കായെ ഒരു ചോക്ലേറ്റ് ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം വലിയൊരു പവർ അവിടേക്ക് വന്ന് അവരെ ഹിറ്റ് ചെയ്യുന്നതോട് കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.